രാജ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശ ചൂടിലേക്ക് തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കുമോ എന്നതാണ് ആകാംക്ഷ. വോട്ടർ പട്ടിക സംബന്ധിച്ചും മണ്ഡലങ്ങൾ സംബന്ധിച്ചും വിവിധ സംസ്ഥാനങ്ങളിൽ അവസാനഘട്ട പരിശോധനകൾ പുരോഗമിക്കുകയാണ്. സംസ്ഥാനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു താൽക്കാലിക തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി അവസാനത്തോടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ. ഡൽഹിയിൽ നിന്ന് പി ബസന്ത് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, ഒരു ഡൽഹി ഇലക്ടറൽ ഓഫീസർ എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കൊക്കെ തുടക്കമിട്ടിരുന്നത്. അതിലൊരു വിശദീകരണം ഇലക്ഷൻ കമ്മീഷൻ തന്നെ നൽകിയിട്ടുണ്ട്. എന്നാലും അഭ്യൂഹങ്ങൾ എന്തൊക്കെയാണ്? ആര്യ, ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇന്നലെ ബൂത്ത് ലെവൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയ ഒരു സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അഭ്യൂഹം പ്രചരിച്ചത്. അതായത് നേരത്തെ തെരഞ്ഞെടുപ്പിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ ഏപ്രിൽ 16 ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്, അതിനനുസരിച്ച് നിങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തണമെന്നുള്ളതായിരുന്നു ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കത്തിൽ പറഞ്ഞിരുന്നത്. ടെൻറ്ററ്റീവായിട്ട്, അതായത് താൽക്കാലികമായി 16 എന്നൊരു തീയതി, ഏപ്രിൽ 16 എന്നൊരു തീയതിയാണ് ആ കത്തിൽ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീട് ഇലക്ഷൻ കമ്മീഷൻ തന്നെ അതൊരു വിശദീകരണം നൽകി. അത് തയ്യാറെടുപ്പുകൾക്ക് വേണ്ടി ഒരു ഡേറ്റ്, ഒരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് ആ ദിവസം തെരഞ്ഞെടുപ്പ് തീയതികൾ നടക്കും എന്നുള്ള തരത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകിയിട്ടുമുണ്ട്. ഏതായാലും ബജറ്റ് അവതരണം കഴിഞ്ഞാൽ, ഫെബ്രുവരി 1 ബജറ്റ് അവതരിപ്പിച്ച ബജറ്റിൻ്റെ ഇടക്കാല ബജറ്റ് 9 തീയതിക്ക് മുമ്പ് പാസ്സാക്കി എടുക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഫെബ്രുവരി പകുതിക്ക് ശേഷം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു കാണുന്നത്. അതായത് ഏപ്രിൽ മുതൽ 1 മാസം 2 മാസം നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുന്ന ഒരു ക്രമീകരണത്തിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ തയ്യാറെടുപ്പുകൾ എല്ലാം വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടുമുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ ദിവസം വോട്ടർ പട്ടിക സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ചീഫ് ഇലക്ടറൽ ഓഫീസർ പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് നേരത്തെ ഉണ്ടാകുമെന്നുള്ള ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഈ ഓഫീസ് മെമ്മോറാണ്ടം അല്ലെങ്കിൽ സർക്കുലറും ഇപ്പോൾ പുറത്തു വന്നത്. ആര്യ, ബസന്ത്, അത് മാത്രമല്ല, ഇപ്പം നമുക്കറിയാം BJP സംബന്ധിച്ച് അയോധ്യ രാജ്യം തന്നെ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു സമയമാണ്. അതിന്റെ ഒരു ഹൈപ്പ് പോകുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനായിരിക്കില്ലേ BJP ആലോചിക്കുക? തീർച്ചയായും. ഇപ്പോൾ അവരുടെ ഒരു രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്ന രാമ ക്ഷേത്രം അടക്കമുള്ള വിഷയങ്ങളുടെ ആ ഒരു പ്രചരണത്തിലേക്ക്, അതിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് വേണമെന്നുള്ളൊരു ആവശ്യം സർക്കാരിനും ഉണ്ടാകും. പക്ഷേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്നാണ് വരേണ്ടത്. 2014 ഏപ്രിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ക്രമീകരണം, മെയ്യിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മെയ് 28 മുമ്പ് തന്നെ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കുക. സ്വാഭാവികമായിട്ടും ഒരു 2 മാസം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്കായിരിക്കും കാര്യങ്ങൾ നീങ്ങുന്നത്. BJPയെ സംബന്ധിച്ച്, സർക്കാരിനെ സംബന്ധിച്ചും സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, മറ്റൊരു വിഷയം കൂടിയുള്ളത്, ഭാരത് ജോഡോ യാത്ര ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് മാർച്ച് അവസാനത്തോടു കൂടി മാത്രമേ തീരുകയുള്ളൂ. അതിനിടയിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭാരത് ജോഡോ യാത്ര തന്നെ ഒരു ഒലച്ചിൽ തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതിൻ്റെ പ്രാധാന്യം